സ്വദേശി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്ന് ഉത്തരവുണ്ടായേക്കും. റിയാദിലെ ക്രിമിനൽ കോടതിയാണ് വിധി പറയുക. ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കേസ് പരിഗണിക്കുന്നത്. കോടതി ഇന്നത്തേക്ക് മാറ്റിവച്ചിരിക്കുകയാണ്. അനുകൂല തീരുമാനമുണ്ടായാൽ 18 വർഷത്തിന് ശേഷം റഹീം ജയിൽ മോചിതനാകും. വിവരങ്ങളുമായി ദുബായിൽ നിന്നും സുരേഷ് വെള്ളിമുറ്റം ചേരുന്നു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വേണ്ടി വലിയ പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. ഇന്ന് സൗദി സമയം ഉച്ചയ്ക്ക് 12:30, ഇന്ത്യൻ സമയം വൈകുന്നേരം ഏതാണ്ട് 3 മണിയോടുകൂടി ഈ കേസ് ഇന്ന് സൗദിയിലെ റിയാദിലെ ക്രിമിനൽ കോടതി പരിഗണിക്കുകയാണ്. തീർച്ചയായും ഇന്നൊരു വിധി ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം പല ഘട്ടങ്ങളിലായി ഇതിന്റെ വാദങ്ങളൊക്കെ തന്നെ കോടതി പൂർത്തിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 17-ാം തീയതി നവംബർ 17-ന് ഈ കേസ് പരിഗണിച്ചിരുന്നു. അന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി വിശദമായി കേട്ടിരുന്നു. അബ്ദുൾ റഹീം മനഃപൂർവ്വം ഈ കൊലപാതകം നടത്തിയെന്നും അതിനുശേഷം തെളിവ് നശിപ്പിച്ചു എന്നുമൊക്കെയാണ് അന്ന് പ്രോസിക്യൂഷന്റെ വാദമുണ്ടായിരുന്നത്. അതിനുശേഷം അബ്ദുൾ റഹീമിന്റെ ഭാഗം കഴിഞ്ഞ 8-ാം തീയതി ഡിസംബർ 8-ന് കോടതി കേൾക്കുകയും ചെയ്തിരുന്നു. സൗദി അറേബ്യയിൽ ഇന്ത്യൻ എംബസി പ്രതിനിധിയും അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീമിന്റെ അഭിഭാഷകനും പവർ ഓഫ് അറ്റോർണിയും ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. അന്ന് പ്രധാനമായും അവർ വാദിച്ചത് അബ്ദുൾ റഹീമിന് ഈ കുടുംബവുമായി മുൻവൈരാഗ്യമില്ല. അബ്ദുൾ റഹീം സൗദി അറേബ്യയിൽ എത്തുന്നത് 2006 നവംബർ 26-നാണ്. ഡിസംബർ 24-ന് ഈ മരണം നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലുള്ള മുൻവൈരാഗ്യവും കൊല്ലപ്പെട്ട വ്യക്തിയോടോ കുടുംബത്തോടോ ഇല്ല എന്നൊക്കെയാണ് അബ്ദുൾ റഹീമിന്റെ ഭാഗമെന്ന് കോടതിയിൽ അറിയിച്ചിരുന്നത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം ഇതിൽ നിന്ന് ഉത്തരവ് പറയാൻ പോകുന്നത്. ഉത്തരവുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇന്ത്യൻ സമയം 3 മണിയോടുകൂടി കോടതി ഈ കേസ് പരിഗണിക്കും. അനുകൂലമായിട്ടുള്ള ഉത്തരവുണ്ടായാൽ 18 വർഷത്തിന് ശേഷം അബ്ദുൾ റഹീം ജയിൽ മോചിതനാകും. കാരണം അന്ന് 2006-ൽ ഈ സംഭവം നടന്നതിന് ശേഷം അബ്ദുൾ റഹീം ജയിലിൽ പോകുന്നു. അബ്ദുൾ റഹീമിനൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതിക്ക് 10 വർഷത്തിന് ശേഷം ജാമ്യം നൽകുകയും അദ്ദേഹം കേരളത്തിലേക്ക് രക്ഷപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. 18 വർഷമായിട്ട് അബ്ദുൾ റഹീം ജയിലിൽ കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ 18 വർഷത്തിന് ശേഷം അബ്ദുൾ റഹീമിനൊരു മോചനം, അതിനുവേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷേ അബ്ദുൾ റഹീം നാട്ടിലേക്ക് വരാൻ പിന്നെയും സമയമെടുക്കും. കാരണം ഗവർണറേറ്റിൽ ഇത് അറിയിക്കണം, മേൽക്കോടതിയെ ഇത് അറിയിക്കണം, അതിനുശേഷം റിയാദിൽ സൗദി അറേബ്യയുടെ ആഭ്യന്തര മന്ത്രാലയത്തെയും ഇന്ത്യൻ എംബസിയെയും അറിയിക്കണം. അവിടെ നിന്നൊക്കെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ലൈഫ് ബാൻ അടിച്ചതിന് ശേഷമായിരിക്കും അബ്ദുൾ റഹീമിനെ ഡിപ്പോർട്ട് ചെയ്യുന്നത്, നാട്ടിലേക്ക് കയറ്റി അയക്കുന്നത്. അതിന് വീണ്ടും സമയമെടുക്കും. ഏതായാലും ഇന്ന് 3 മണിക്ക് അറിയാം എന്ത് സംഭവിക്കുമെന്ന്.